എണീറ്റ് ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോവാണ്. എനിക്കിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഷോപ്പിംഗ് എന്ന് പറയാൻ മാത്രമാണല്ലോ വീഡിയോ ഇടുന്നത്. ഞങ്ങളൊരു ഫ്ലവർ ഷോപ്പിങ്ങിന് പോവാണ്. അപ്പോൾ ഇന്നല്ല നാളെ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ ഞങ്ങളുടെ മലയാളീസ് അസോസിയേഷൻ്റെ ഒരു ചെറിയ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ കൾച്ചറൽ ഇവൻറ്റ്സും അങ്ങനെയൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അത്തപ്പൂ ഇടാൻ വേണ്ടി പൂ പർച്ചേസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അങ്ങനെ രാവിലെ എണീറ്റു. രാവിലെ എന്ന് വെച്ചാൽ 5:30 കഴിഞ്ഞു. അവളുടെ ഒരു ഫ്രണ്ടും വരുന്നുണ്ട്, വീണയും വിഷ്ണു. അവർ ഇതേ അപ്പാർട്ട്മെൻറ്റിലാണല്ലോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുമാണ് അത്തത്തിൻ്റെ കമ്മിറ്റിയിലുള്ളത്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 5:30 പോവാമെന്ന് പറഞ്ഞു. പക്ഷേ എണീറ്റ് വന്നപ്പോഴത്തേക്ക് തന്നെ 5:30. അപ്പോൾ ഞങ്ങളൊരു 6 മണിക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള പ്ലാനാണ്. രാവിലെ അവിടെ റെഡിയാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബാക്കി വിശേഷങ്ങൾ പൂ മാർക്കറ്റിൽ പോയി എന്തൊക്കെയാണ് പൂക്കൾ, എന്തൊക്കെയാണ് ഞങ്ങൾ വാങ്ങുന്നത്, എത്രയൊക്കെയാണ് വാങ്ങുന്നത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസും കാണിച്ചു തരാം. ഓക്കെ. ഈ 5:30 ടൈമൊന്നും അങ്ങനെ എപ്പോഴും കാണാറില്ലല്ലോ. നല്ല അടിപൊളി സ്കൈ ആയിരുന്നു. ഞങ്ങൾ KR മാർക്കറ്റ് പോകണം എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയതെങ്കിലും KR പുരം മാർക്കറ്റ് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളുടെ പ്ലാനൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റിയായിരുന്നു. പക്ഷേ KR പുരം പോകുന്ന വഴിക്ക് ഞങ്ങൾ ആദ്യം അവിടുത്തെ പച്ചക്കറി മാർക്കറ്റാണ് കണ്ടത്. അതിൻ്റെ ഫ്രണ്ടിൽ 1-2 പൂവിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ ഒന്ന് ഇറങ്ങിയിട്ട് ഉള്ളിലോട്ടൊക്കെ എന്തെങ്കിലും ഷോപ്സ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇറങ്ങി നടന്നു. ആർപുരത്തെ ഫ്ലവർ മാർക്കറ്റ് വരുന്നത് നമ്മുടെ ITI ഗേറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട്. അവിടുത്തെ ആ റോഡിൽ ആ ഒരു നീളൻ ഒരു റോഡുണ്ടല്ലോ, ആ റോഡിൻ്റെ ഒരു സൈഡിൽ ഫുള്ളിങ്ങനെ പൂക്കളൊക്കെ ആയിട്ട് ആൾക്കാരിരിക്കും. ഒരു 8:30-9 മണിയോടുകൂടി എല്ലാവരും ക്ലോസ് ചെയ്ത് പോകും. അതുവരെ തിരക്കൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ അത്യാവശ്യം നല്ല ഫ്ലവേഴ്സ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ കിട്ടും. റേറ്റും ഓൾമോസ്റ്റ് സെയിം ആണ്. നമ്മൾ ഇവിടെ നിന്ന് KR മാർക്കറ്റ് വരെ പോയി ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് അവിടെ എത്തി തിരിച്ചു വരുമ്പോൾ ഒരു നേരമാവും. അപ്പോൾ ഞങ്ങൾ വേഗം പ്ലാൻ മാറ്റിയത്. അങ്ങനെ രാവിലെ പൂവൊക്കെ വാങ്ങി അവിടെ ചെന്നിട്ട് ഭയങ്കര തിരക്കായിപ്പോയി. അതായത് ഞങ്ങളിങ്ങനെ ഒരു ലിസ്റ്റൊക്കെ കൊണ്ടായിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ നോക്കി ഓരോന്നും വാങ്ങി ഓരോ കടയിൽ പോയി വിലയൊക്കെ ചോദിച്ചു അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ KR മാർക്കറ്റല്ല പോയത്, KR പുരം മാർക്കറ്റ്. KR പുരത്ത് നമ്മുടെ ആ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ ITI ഗേറ്റ് അല്ലേ, ITI ഗേറ്റിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ 2 സൈഡിലും, റോഡിൻ്റെ 2 സൈഡിലും ആയിട്ട് ഇങ്ങനെ നിറയെ ആൾക്കാരിരിക്കും പൂക്കൾ ഒക്കെ വെച്ചിട്ട്. ഞങ്ങൾ ആദ്യം പോയത് KR മാർക്കറ്റിൻ്റെ അവിടെ, അതായത് ആ പച്ചക്കറിയൊക്കെ കൊടുക്കുന്ന അവിടെ. അപ്പോൾ ഞങ്ങൾ ആദ്യം അവിടെ ഒരു വലിയൊരു പൂക്കട കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിർത്തി അതിനകത്തോട്ട് അവിടെ കയറി. പക്ഷെ ആ ആദ്യത്തെ ഒരു പൂക്കട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ഫുള്ള് പച്ചക്കറിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു റൗണ്ട് അവിടെ ഇങ്ങനെ കറങ്ങി നോക്കി, ഇനി ഉള്ളിലോട്ട് വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടായിരുന്നു. ഞങ്ങളവിടെ ചോദിച്ചു, ഒരു പുള്ളിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോകണം, ITI ഗേറ്റിൻ്റെ അവിടെയാണെന്ന് ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് നടന്ന്, ഞങ്ങൾക്ക് നാരങ്ങ വാങ്ങണമായിരുന്നു. അപ്പോൾ അതുമൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി. അപ്പോൾ അവിടെ കുറച്ച് ടൈം പോയി. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ തീർന്നൊന്നും പോയിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എല്ലാവരും ഓൾമോസ്റ്റ് ഇങ്ങനെ തീരാറായി വരുന്ന ടൈമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആവശ്യമുള്ള ലിസ്റ്റൊക്കെ എടുത്ത് ഓടി നടന്ന് ഒക്കെ വാങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രിഡ്ജ് കാണിച്ചു തരാം. ഞാൻ ഫ്രിഡ്ജിനകത്ത് എല്ലാം വെച്ചേക്കുന്നത്. ഞങ്ങൾ വാങ്ങിയിട്ട് നേരെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. ഇനിയിപ്പോൾ നാളെ രാവിലെ നമുക്ക് പോയി വാങ്ങാൻ, കാരണം 8:45 നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ അത്തം ഇട്ട് തീർക്കാമെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ടാസ്ക് ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചു ഇന്ന് രാത്രി മിഡ്നൈറ്റോട് കൂടി തീരുന്ന രീതിയിൽ അത്തം ഇടാം, കുറച്ച് കട്ടിക്ക് ലെയർ ആയിട്ട് ഇടാമെന്ന്. അപ്പോൾ ഇച്ചിരി വാടിയാലും അതങ്ങനെ കിടന്നോളുമല്ലോ എന്നുള്ള രീതിയിൽ. അയ്യോ, ഞാൻ ഫ്രിഡ്ജ് കാണിച്ചു തരാം കേട്ടോ. ഫ്രിഡ്ജ് കോമഡിയാണ്. ഫ്രിഡ്ജ് തുറക്കുമ്പോൾ തന്നെ ഇപ്പം നല്ല ജമന്തിയുടെ മണം, ജമന്തിപ്പൂവിൻ്റെ. ഫുള്ള് പൂവ, ഇവിടെയും പൂവ. പക്ഷെ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം കൂടി ആയപ്പോഴത്തേക്കും കഴിഞ്ഞു പൂവിൻ്റെ ഇത്. പിന്നെ ബാക്കി കുറച്ച് ഇവിടെ ഫ്രിഡ്ജിലിരുന്ന സാധനങ്ങളൊക്കെ ഞാൻ ആ ട്രേയിൻ്റെ ഉള്ളിലോട്ടാക്കി. ബാക്കി ഇത്രയേ ഉള്ളൂ. ബാക്കി ട്രേ എല്ലാം മാറ്റിയിട്ട് പൂക്കൾ വെച്ചു.
ഹൗസ് ഓൾമോസ്റ്റ് ഒരു 9 o'clock ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഫ്രീ ആയത്. അതുവരെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്ലവർ കട്ട് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. നോൺ മലയാളീസും ഒക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി അവരുടെ വീഡിയോ ഒക്കെ എടുക്കാൻ ഞാനിങ്ങനെ ഓടി നടക്കുന്ന കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് ലാസ്റ്റ് കുറച്ച് നമ്മൾ ആ ഗ്രീൻ ലീവ്സ് മാത്രം അത് കട്ട് ചെയ്യുന്നൊരു സീനായിരുന്നു. അത് ഭയങ്കര ടാസ്ക് ആയിരുന്നു. പിന്നെ ഒത്തിരി പിള്ളേരും വന്നു, കുറേ കുട്ടികളുണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവരൊക്കെ ഇങ്ങനെ ഫ്ലവർ കട്ട് ചെയ്യാനും രാത്രി എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനും ഒക്കെ. അപ്പം വീണ ഇടുന്നതാണ് നല്ലത്. അതാകുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കും. അല്ലേ, കറക്റ്റായിട്ട്. ഞാൻ ബോഡി സ്പെഷ്യലിസ്റ്റ്. അത് ശരിക്കും അവിടെയല്ല, ആ തല വന്നതിന് ഫീൽ ചെയ്യും. ഞാൻ കൈകൊണ്ട് ഫീൽ ചെയ്യും. രസമുണ്ട് കേട്ടാ. കൊള്ളാം കേട്ടോ, വീഡിയോയില് അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ പൂക്കളം കംപ്ലീറ്റ് ആയി. പൂക്കളം ടീംസ്. അയ്യോ, ഇന്നലെ ഞങ്ങൾ എണീറ്റ സമയമായി. പൂക്കളമൊക്കെ ഇട്ട് കഴിഞ്ഞു. കുറേ സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ പേര് കട്ട് ചെയ്യാനും ഇതിനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത്തം ഇടാൻ ഞങ്ങൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഉദ്ദേശിച്ച ഡിസൈനല്ല. വരച്ച് വന്നപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു. അപ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ആയി. നമ്മൾ വാങ്ങിയ പൂവ് എല്ലാം അവിടെ ഇട്ട് തികയ്ക്കണമല്ലോ. തികയ്ക്കണം എന്നല്ല, ആ കളേഴ്സൊക്കെ കോമ്പിനേഷൻ നമുക്ക് സെറ്റാക്കി എടുക്കണ്ടേ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കൺഫ്യൂഷൻസ് വന്ന കാരണം കുറച്ച് ഹെക്റ്റിക്കായിപ്പോയി. കുറച്ച് വർക്ക്, നമ്മളുടെ ആ ഒരു പ്രോസസ്സ്, അത്തം പൂവിടുന്ന പ്രോസസ്സ് സിമ്പിളാണെന്ന് വിചാരിച്ച പ്രോസസ്സ് കുറച്ച് ഹെക്റ്റിക്കായിപ്പോയി. അപ്പോൾ ഞങ്ങളിത് ഓൾമോസ്റ്റ് ഇപ്പോൾ എത്ര സമയമായി? 4:21. അമ്മേ, 4:30 ഇനി ഒരു 6:30 എണീറ്റാലേ ആ സാരിയൊക്കെ എടുത്ത് ചുറ്റി. നമുക്കെപ്പോഴാണ് 8:45 ചെണ്ടമേളം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും നമുക്കവിടെ എത്തണം. അയ്യോ, ഇനി വേഗം കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കുന്നു. ഒരു 2 മണിക്കൂറെങ്കിൽ 2 മണിക്കൂർ സുഖമായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റുമെങ്കിൽ ക്ഷീണം ഇല്ലാതെ എണീക്കാം രാവിലെ. അങ്ങനെ അപ്പം അത്രയേ ഉള്ളൂ. നാളെ സാരി ഞാൻ കുറച്ച് ഇങ്ങനെ, ഞാനും വീടേം കൂടിയാണ്, ഞങ്ങളിങ്ങനെ പ്ലീറ്റൊക്കെ എടുത്ത് വെച്ചായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായിരുന്നു, അതായത് ഇന്ന് ഈ സമയം ആകും എന്ന ഐഡിയ ഉള്ളത് കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ആദ്യം യൂട്യൂബൊക്കെ നോക്കി കുറേ വീഡിയോസൊക്കെ കണ്ട് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ അതൊന്നും നടന്നില്ല, ഭയങ്കര പാട്. പിന്നെ ഞങ്ങൾ തന്നെ ഉടുത്തിട്ട് അതിനെ ഓരോ പ്ലീറ്റാക്കി എടുത്ത് അങ്ങനെ അയൺ ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി രാവിലെ അതെടുത്ത് ചുറ്റി പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിലും അറിയില്ല ടൈം എടുക്കുമോ, ഏതാ സമയം എടുക്കുമോ, സമയം എടുക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. ഫസ്റ്റ് ടൈമാണ്. അങ്ങനെ സാരിയൊക്കെ പഴയതാണ്, ഞാൻ പുതിയതൊന്നും വാങ്ങാൻ നിന്നില്ല. ബ്ലൗസൊക്കെ പഴയത് തന്നെയാണ്, സാരിയും പഴയത് തന്നെയാണ്. ജ്വല്ലറി എന്തെങ്കിലുമൊക്കെ എടുത്തിടാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പുതിയതൊന്നും വാങ്ങിയില്ല. ഇത്തവണ നമ്മളല്ലാതെ തന്നെ കുറേ ഷോപ്പിംഗ് ചെയ്തല്ലോ. അപ്പോൾ പിന്നെ ഇനി ഓണത്തിനൊന്നും കൂടി പറഞ്ഞ് അങ്ങനെ പുതിയതൊന്നും വാങ്ങിയില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. പോയി കിടന്നുറങ്ങട്ടെ. ഇനി നാളെ രാവിലെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് കുറച്ച് എനർജി ആയിട്ട് നിൽക്കാൻ പറ്റണം. എനിക്കോട് ഞാൻ ഇന്ന് കോഫി കുടിച്ചു. ഞാനിവിടെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്ന സമയത്ത് ഞാൻ നല്ല കട്ടിക്കൊരു കോഫി ഉണ്ടാക്കി കുടിച്ചു. അതിൻ്റെ ഒരു എനർജി ആയിരുന്നു എന്ന് തോന്നുന്നു ഫുൾ ടൈം. ഞാൻ ഇച്ചിരി ഓണായിട്ട് തന്നെ നിൽക്കാൻ പറ്റിയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട്.
അപ്പം നാളെ അതുപോലെ രാവിലെ കട്ടിക്ക് ഒരു കോഫിയും കുടിച്ചിട്ട് പോവാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പോയി കിടന്നുറങ്ങട്ടെ ഇനി. അങ്ങനെ രാവിലെ ഒരു 7:30 അപ്പോൾ ഞെട്ടി എണീറ്റ് കുളിച്ച് റെഡിയായി, സാരിയൊക്കെ കൊടുത്തു. ആക്ച്വലി സാരി കൊടുക്കാൻ നല്ല എളുപ്പമായിരുന്നു കേട്ടോ. എനിക്ക് ഈ താഴത്തെ പ്ലേറ്റ് മാത്രം എനിക്ക് കുറച്ചൊരു, അതായത് അത് സ്ട്രെയിറ്റ് വന്നു. പിന്നെ അത് ഈ സൈഡിലത്തെ സാധനങ്ങൾ എങ്ങനെ ഇങ്ങനെ ചുറ്റി അതിൻ്റെ ഇടയ്ക്കോട്ട് ഇങ്ങനെ പിൻ ചെയ്ത് വെക്കും എന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷൻ. പക്ഷെ ഭയങ്കര സിമ്പിളായിരുന്നു. ഒന്നും നോക്കണ്ട, എടുത്ത് ഇങ്ങനെ ഇട്ടിട്ട് പിന്നു കുത്തിയാൽ മതി. ഭയങ്കര എളുപ്പമായിരുന്നു. ജസ്റ്റ് ഞാൻ റെഡിയായി, രാവിലെ റെഡി ആയിക്കൊണ്ടിരിക്കുക. രാവിലെ കൂടി റെഡി ആയിട്ട് ഞാൻ ഫുള്ള് സാരി എങ്ങനെ സെറ്റാക്കി എന്നുള്ളത് കാണിച്ചു തരാം. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അയ്യോ അങ്ങനെയല്ല, മേക്കപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. കഷ്ടപ്പെട്ടോ മേക്കപ്പെട്ടത്. മാലയൊക്കെ ഞാൻ ഗോൾഡാണ് ഇട്ടു. കമ്മൽ ഇതൊരെണ്ണം ഗോൾഡല്ല, പിന്നെ വള, വാച്ച്, മോതിരം. ദാറ്റ്സ് ഇറ്റ്. ഈ സാരി ഇങ്ങനെ നമ്മൾ പ്ലീറ്റ് പിടിക്കുമ്പോൾ തന്നെ വീണ പറയുന്നുണ്ടായിരുന്നു, അതായത് കുറച്ചൊന്ന് സ്റ്റാർച്ച് പോലെ ഇരുന്നെങ്കിൽ, സ്റ്റാർച്ച് മുക്കി അത് സെറ്റാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല വഡിവായിട്ട് നിന്നേനെ എന്നിങ്ങനെ നമ്മളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഉടുത്തപ്പോൾ എനിക്കത് തോന്നി. ഉടുക്കാൻ ഭയങ്കര സിമ്പിളായിരുന്നു. പിന്നെ ഇതിങ്ങനെ കുഴഞ്ഞ് കിടക്കുന്നത് ഒരു രസമാണ്. പക്ഷെ എന്നാലും കുറച്ച് സ്റ്റിഫായിട്ട് നിന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നി. ഈ ചെണ്ടമേളമൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവർ പ്രൊസഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എവിടെയാ ചെണ്ടമേളം കേട്ടെ? എവിടെയോ കേട്ടു. ഫോട്ടോ അല്ല, എന്നാ ഒന്നോടെ നിന്നോ. ഞാൻ വിചാരിക്കുന്ന ചാടി പിടിക്കാനുള്ള എന്തോ ആണെന്ന്. വിയാൻ അണ്ണാങ്കുഞ്ഞിനും തന്നെ നടക്കും തോന്നല്ല, താഴ്ത്തി കൊടുത്തു. അവൻ കടിച്ചോട്ടാ, സ്ലോ സ്ലോ സ്ലോ. Be ready in front of your sack. Come on.
ആക്ച്വലി പന്തലിൻ്റെ അവിടെയും വോളണ്ടിയറായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് പന്തിയിൽ നോക്കിയപ്പോഴത്തേക്കും ആരും ഇല്ലായിരുന്നു. അവിടെ വടംവലി മത്സരം നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആൾക്കാരൊക്കെ അവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾ വോളണ്ടിയേഴ്സ് കുറച്ച് പേരും പിന്നെ അല്ലാണ്ട് നോൺ മലയാളീസ് കുറച്ച് പേര് വന്നതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ഫസ്റ്റ് പന്തിയിൽ തന്നെ ഇരുന്നു. എന്തായാലും അവിടെ നിൽക്കണം, നമ്മൾ പന്തലിൽ കുറച്ച് നേരം നിൽക്കേണ്ടി വരും. അപ്പോൾ പിന്നെ നേരത്തെ ഫുഡ് കഴിച്ചിട്ട് നിന്നാൽ പിന്നെ അങ്ങനത്തെ ഒരു വിശപ്പ് വന്നിട്ട് നമ്മൾ ടയേർഡായി പോകില്ലല്ലോ, രാവിലെ ഇറങ്ങിയതല്ലേ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ഇത്തവണത്തെ സദ്യ അത്യാവശ്യം നല്ല സദ്യയായിരുന്നു. ഫുഡൊക്കെ നല്ല ഫുഡ് കിട്ടി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഗംഭീരം എന്നല്ല, എന്നാലും അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു സദ്യയായിരുന്നു. ലാസ്റ്റ് ടൈം ഭയങ്കര ബോറായിപ്പോയി. അപ്പോൾ ഇത്തവണ ഞങ്ങൾ വലിയ പ്രതീക്ഷ ഇല്ലാതെയാണ് പോയതെങ്കിലും അടിപൊളിയായിരുന്നു. അതുപോലെ ഈവനിങ്ങും ഞങ്ങൾ ബാക്ക് സ്റ്റേജിലെ വോളണ്ടിയേഴ്സ് ആയിരുന്നു. ഞാനും രാഹുലും പിന്നെ വേറൊരു കപ്പിളും പിന്നെ വേറെ 2 പേരും ഉണ്ടായിരുന്നു. 2 ചേച്ചിമാരും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളായിരുന്നു ബാക്ക് സ്റ്റേജിൽ എല്ലാവരെയും മാനേജ് ചെയ്യലും അങ്ങനത്തെ പരിപാടിയൊക്കെ. കുട്ടികളൊക്കെ മാനേജ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ നമ്മൾ ഒരുവിധം മാനേജ് ചെയ്ത് എടുത്തു അവരെയൊക്കെ. അതുപോലെ ഇത്തവണ ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഗസ്റ്റോ അങ്ങനത്തെ പുറത്തുനിന്നുള്ള പ്രോഗ്രാംസോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ഗസ്റ്റ് പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്തത് നമ്മളുടെ അവിടെ തന്നെ ഉള്ള കുറച്ച് സീനിയർ സിറ്റിസൺസ് ആയിട്ട് ഉള്ള കുറച്ച് പേരാണ്. അതായത് പല സ്റ്റേറ്റിൽ നിന്നുള്ള കുറേ ആൾക്കാരെ, സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള കുറേ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തിട്ട് അവരാണ് ഈ പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്തത്. ഇനോഗ്രേഷൻ കഴിഞ്ഞ് പിന്നെ നമുക്ക് കൂടുതലും കൾച്ചറൽ പ്രോഗ്രാംസ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മളുടെ അപ്പാർട്ട്മെൻറ്റിലുള്ള തന്നെ ആൾക്കാരുടെ പാട്ട്, ഡാൻസ്, കുട്ടികളുടെ പാട്ട്, കുട്ടികളുടെ ഡാൻസ്, അയ്യോ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. കുഞ്ഞി പിള്ളേർ 5 വയസ്സ് തൊട്ടുള്ള പിള്ളേർ ഉണ്ട് കേട്ടോ ഡാൻസിന്. കൾച്ചറൽ നമ്മളുടെ അപ്പാർട്ട്മെൻറ്റിൽ ഒരു കൾച്ചറൽ ടീം തന്നെ ഉണ്ട്. അവർ അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ. ഈ കുഞ്ഞു പിള്ളേരെ എല്ലാവരും, ഈ 5 വയസ്സുള്ള കുഞ്ഞെന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ ഡാൻസൊക്കെ പഠിപ്പിച്ചെടുക്കാനും അവർ വിളിക്കുന്നിടത്ത് വരുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ പിന്നെ ഡാൻസിൻ്റെ സ്റ്റെപ്പൊക്കെ പഠിപ്പിച്ച് അവരത് ഓർമ്മിപ്പിച്ചെടുത്ത് അതൊക്കെ അടിപൊളിയായിട്ട് കൾച്ചറൽ ടീം എടുത്തു കേട്ടോ. പിന്നെ പിള്ളേരുടെ പാട്ടായാലും അടിപൊളിയാണ്. അവരൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്കിങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു രസമായിരുന്നു. ശരിക്കും പുറത്തുനിന്നുള്ള പ്രോഗ്രാംസിനെക്കാളും ഈ പറഞ്ഞ പോലെ നമ്മളുടെ അപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാർ തന്നെ ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമല്ല, അത് തന്നെ ഒരു സന്തോഷമാണ്. ഇത് നമ്മളുടെ അപ്പാർട്ട്മെൻറ്റിലെ കുറച്ച് പ്രായമായ അമ്മമാരുടെ തിരുവാതിരയാണ്. നല്ല രസമുണ്ടായിരുന്നു. അവരും നല്ല അടിപൊളി, കാരണം അവർക്കും ഒരു പ്രോഗ്രാമിൽ എൻഗേജ് ചെയ്യാൻ പറ്റിയില്ലേ. മറ്റേത് പുറത്തുനിന്ന് കുറേ പേര് വന്ന് ഡാൻസ് കളിക്കുന്ന, പാട്ട് പാടുന്ന പോകുന്ന വലിയൊരു സുഖമില്ലല്ലോ. ഇതാ അടിപൊളിയായിരുന്നു. ഇത് ഈ ഒരു സ്കിറ്റുണ്ടല്ലോ, സൂപ്പർ സ്കിറ്റായിരുന്നു. എല്ലാം നമ്മളുടെ അപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരാണെന്ന് പറയുമ്പോഴാണ്, കാരണം അത്രയും മാത്രം പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് ഒരു ടീമൊന്നും വരാതെ തന്നെ നമ്മളുടെ അപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരുടെ ഡാൻസ് ആയാലും പാട്ടായാലും കുഞ്ഞു പിള്ളേർ അങ്ങനെ പ്രായം ഇന്നതൊന്നും ഇല്ല കേട്ടോ. ചെറിയ കുഞ്ഞുങ്ങൾ തൊട്ട് വലിയ മുതിർന്ന ആൾക്കാരുടെ വരെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അതും നല്ല അടിപൊളിയായിട്ട് ചാർട്ട് ചെയ്തിട്ടാണ്. അതായത് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ സ്പോൺസേഴ്സിന് എന്തെങ്കിലും ട്രോഫി കൊടുക്കൽ, അല്ലെങ്കിൽ ഓൾറെഡി രാവിലത്തെ നമ്മളുടെ ഗെയിംസിൻ്റെ വിന്നേഴ്സിന് പ്രൈസ് കൊടുക്കൽ, അങ്ങനെ ഒരു കുഞ്ഞു ബഫർ ടൈമൊക്കെ വിട്ടിട്ട് പ്രോഗ്രാംസ് എല്ലാം അടിപൊളിയായിട്ട് ചാർട്ട് ചെയ്തു. പിന്നെ ഡാൻസൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. ഈവൻ ഒരുപാട് പ്രൊഫഷണൽ അല്ലാത്ത ആൾക്കാരൊക്കെയാണ്, എങ്കിലും അവർ വന്ന് ഡാൻസ് കളിക്കുമ്പോൾ നമ്മൾക്ക് പരിചയമുള്ള ആൾക്കാർ, അപ്പോൾ നമ്മളത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ നമ്മൾ കാണുന്ന ആൾക്കാർ അവരുടെ ഡാൻസ്, അവരുടെ പാട്ട്, നമ്മൾക്കറിയാവുന്ന ഫ്രണ്ട്സ് അവരുടെ പാട്ട്, ഡാൻസ്, അതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമായിരുന്നു. മൊത്തത്തിൽ അടിപൊളി ഇവൻ്റായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും പിള്ളേരുടെ ഡാൻസും പ്രോഗ്രാംസൊക്കെ ആയിരുന്നു അടിപൊളി. അവരത്രയും കുഞ്ഞു പിള്ളേർ സ്റ്റേജിൽ ഇങ്ങനെയും പെർഫോം ചെയ്യുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇവരെ കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാരെ വേണം പറയുന്നത്, ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതും അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ. അവരെയൊക്കെ നമുക്ക് ഹാറ്റ്സ് ഓഫ് എന്നേ പറയാൻ പറ്റുള്ളൂ. ടീനേജ് ഗേൾസിൻ്റെ ഒരു ചെറിയൊരു ബാൻഡാണ് പിങ്ക് സ്ലിപ്പ് എന്ന് പറഞ്ഞിട്ട്. അടിപൊളിയായിട്ട് അവർ പെർഫോം ചെയ്തു കേട്ടോ സ്റ്റേജിൽ. നല്ല സൂപ്പറായിരുന്നു.
അങ്ങനെ കലാശക്കൊട്ടിന് തൊട്ട് മുന്നേ നമ്മളുടെ ദാണ്ഡിയ ടീമിൻ്റെ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ഉണ്ടായിരുന്നു, ഒരു ഫ്ലാഷ് മോബ് പ്ലസ് ഇൻവിറ്റേഷൻ പോലെ. നെക്സ്റ്റ് വരുന്ന October 5th ഇവരുടെ ദാണ്ഡിയ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാനും അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് അറിയിക്കാനും ഒക്കെ ആയിട്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഫുള്ള് നമ്മളുടെ കലാശക്കൊട്ടായിരുന്നു. DJയും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഈവനിങ് എൻജോയ് ചെയ്തു. എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞു, സെറ്റായി. ജസ്റ്റ് ഇവിടെ തന്നെ ഫുഡിൻ്റെ സ്റ്റോൾ ഉണ്ടായിരുന്നു. അപ്പോൾ വേണ്ട പെരിപ്പരി വേണ്ട, അല്ലെങ്കിൽ അത് എക്സ്ട്രാ ഒരു പാക്കറ്റ് വല്ലതും തരാൻ പറ്റുമെങ്കിൽ തരാം. ജസ്റ്റ് ഞങ്ങൾ ഫുഡ് മേടിക്കുക, ഇവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ കൽപ്പക എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സ്റ്റോളും പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഒരു സ്റ്റോളും ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ഫുഡ് മേടിക്കാമെന്ന് വിചാരിച്ചു. എല്ലാം കഴിഞ്ഞു, പരിപാടി ഓണപ്പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.